നമസ്കാരം. ഷെക്കീന ന്യൂസിൻ്റെ വാർത്താധിഷ്ഠിത പരിപാടിയായ കേരള ഫയൽസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും വിവാദമായ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ലാറ്റ് സമുച്ചയത്തെക്കുറിച്ചാണ്. അതിൻ്റെ നിർമ്മാണ പുരോഗതിയും അതിൻ്റെ തടസ്സങ്ങളും അതിനു പിന്നിലെ വിവാദങ്ങളുമാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ വിശദമായി ചർച്ച ചെയ്യുന്നത്. ഇതിനോടൊപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് 140 കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം കൂടിയാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കാനന മേഖലയിലുള്ള ഏതെങ്കിലും ആദിവാസി ഊരുകളിലേക്കുള്ള യാത്രയ്ക്കുള്ള വഴിയല്ല, മറിച്ച് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട വിവാദമായ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തേക്കുള്ള വഴിയാണ്. അടുത്ത നാളുകൾ വരെ ഈ പ്രദേശം കാട് കയറി മൃഗങ്ങൾ സഞ്ചരിക്കുന്ന ഒരു വഴിയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കുടുംബശ്രീ പ്രവർത്തകർ ഇത് വെട്ടിത്തെളിച്ചത്. അതിനാൽ മാത്രമാണ് സുഗമമായി ഇപ്പോൾ ഇതുവഴി സഞ്ചരിക്കാൻ കഴിയുന്നത്. ഈ പ്രദേശത്തേക്ക് മികച്ച ഒരു റോഡ് നിർമ്മിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. വളരെ ഇടുങ്ങിയതും ഒറ്റയടി മാത്രമുള്ളതുമായ റോഡിൽ 2 കിലോമീറ്റർ നീളമുള്ള കുത്തനെയുള്ള കയറ്റം കാരണം വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിലേക്കുള്ള പ്രവേശനം ഏറെ ദുഷ്കരമാണ്. വളർന്നു പന്തലിച്ച ചെടികളും കാടുമെല്ലാം ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ കാഴ്ച പോലും മറയ്ക്കുന്നു. 5 വർഷത്തിലേറെയായി ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം നിലച്ചതോടെ അവ നശിച്ച് ചോർന്നൊലിക്കുന്ന ദുരവസ്ഥയാണ് കാണാൻ കഴിയുക. സംസ്ഥാനത്തെ ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ലൈഫ് മിഷൻ രൂപീകരിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് റവന്യൂ വകുപ്പിൻ്റെ കൈവശമുണ്ടായിരുന്ന 2.18 ഏക്കർ സ്ഥലം വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കൈമാറിയത്. 3 സെന്റ് സ്ഥലം വീതം കുടുംബങ്ങൾക്ക് നൽകി വീട് നിർമ്മിച്ച് നൽകുക എന്നതായിരുന്നു ലക്ഷ്യം. പിന്നീടാണ് പ്ലാനിൽ മാറ്റം വരുത്തി ഫ്ലാറ്റ് സമുച്ചയം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങിയത്. അതാകട്ടെ പാതി നിർമ്മാണം പൂർത്തിയാക്കി മുടങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. 2017-18 കാലഘട്ടത്തിലാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ പ്രവർത്തനം ഒരു ഘട്ടം പൂർത്തിയായതാണ്. അങ്ങനെ പൂർത്തിയായി അതിനെ സംബന്ധിച്ചുള്ള വലിയ ആക്ഷേപം അന്നത്തെ വടക്കാഞ്ചേരി MLA ആയിരുന്ന ശ്രീ അനിൽ അക്കര ഉന്നയിക്കുകയും നിരന്തരമായിട്ടുള്ള സമരങ്ങൾ വടക്കാഞ്ചേരിയിൽ കോൺഗ്രസിൻ്റെയും BJPയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് നേതാക്കന്മാർ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് സമരം ചെയ്യുകയുണ്ടായി. പണിയിലാകെ അഴിമതി എന്ന ആക്ഷേപം ഉന്നയിച്ചിട്ടാണ്. അവരന്ന് ആക്ഷേപം ഉന്നയിച്ചത് ഓമത്തണ്ടാണ്, ഉണ്ണിപ്പിണ്ടി കൊണ്ടാണ് പണിയണത് എന്നൊക്കെ തന്നെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടുള്ള വലിയ സമര കോലാഹലങ്ങൾ വടക്കാഞ്ചേരി നടന്നു. അതോടൊപ്പം തന്നെ BJPയും ആ രീതിയിൽ തന്നെ ആ കാലഘട്ടത്തിൽ വലിയ സമരം സംഘടിപ്പിക്കുകയുണ്ടായി. അതിനിടയ്ക്ക് അനിലക്കര ഹൈക്കോടതിയിൽ പരാതിപ്പെടുകയുണ്ടായി, ഹർജി കൊടുക്കുകയുണ്ടായി. അദ്ദേഹം CBIക്കും പരാതി കൊടുക്കുകയുണ്ടായി. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർത്തിവെക്കാൻ വേണ്ടി ഹൈക്കോടതി ഉത്തരവിൻ്റെ ഭാഗമായി നിർത്തിവെക്കാനും തുടർന്ന് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ നമ്മുടെ വടക്കാഞ്ചേരി ഇപ്പോഴത്തെ MLA ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി നിയമസഭയ്ക്കകത്ത് സബ്മിഷൻ ഉന്നയിക്കാനും നിലവിലുള്ള ലൈഫ് മിഷൻ്റെ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കുന്നതിനും വേണ്ടി കോഴിക്കോട് NIT ടീമിനെ ചുമതലപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളൊക്കെ തന്നെ വന്ന് പരിശോധിച്ച് അതിൻ്റെ നിലവിലുള്ള സ്ഥിതിയിൽ യാതൊരുവിധ ഉറപ്പിന് കുറവില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവർ കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈഫ് മിഷൻ്റെ CEO ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ വന്നു സ്ഥലം പരിശോധിച്ച് അത് തുടരാനാവശ്യമായ രീതിയിൽ ഇപ്പോൾ ഏകദേശം ഒരു 17-18 കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിനിടയ്ക്ക് 1-2 തവണ വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി സബ്മിഷൻ ഉന്നയിച്ചു. ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാം എന്ന്
തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിയമസഭയ്ക്കകത്ത് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വന്ന് പരിശോധന നടത്തി. നിലവിൽ യാതൊരുവിധ ഇതിൻ്റെ ഒരു കുറവുമില്ല, ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിലാണ് അവർ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ പണിയും എന്ന രീതിയിലുള്ള നിർദ്ദേശമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം പഴയ MLA ഒരു ബൈറ്റ് കാണുകയുണ്ടായി. ഞാൻ ഹൈക്കോടതിയിൽ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ വന്നത്, നമുക്ക് ആര് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളതല്ല. പാവപ്പെട്ട ആളുകൾക്ക് അന്നത്തെ കേരളത്തിലെ ഗവൺമെൻറ് വീടും സ്ഥലവും ഇല്ലാത്ത ആൾക്കാർക്കാണ് ചെരപ്പറമ്പിൽ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള വീടിൻ്റെ സമുച്ചയം നിർമ്മിക്കുന്നതിന് വേണ്ടി ആലോചിച്ചതും അതിനാവശ്യമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഒരു പ്രദേശത്തിൻ്റെ MLA തൻ്റെ മണ്ഡലത്തിൽ 140 ആളുകൾക്ക് വീട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായ ഒരു ഗവൺമെൻറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യണതിന് പകരം അതിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായിരുന്നാലും അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഇപ്പോൾ അത് ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്ത് 2200ഓളം വരുന്ന ആളുകൾക്ക് നമ്മൾ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് വീട് കൊടുത്തിട്ടുണ്ട്. നഗരസഭ ഹഡ്കോൻ്റെ കയ്യിൽ നിന്ന് വായ്പ എടുത്തിട്ടാണ് നമ്മൾ വീട് നിർമ്മിച്ച് കൊടുത്തിട്ടുള്ളത്. ഹഡ്കോ വായ്പ ഏകദേശം 20 കോടി രൂപ വരും. അത് ഓരോ വർഷവും നമ്മുടെ പദ്ധതിയിൽ നിന്ന് ഓരോ കോടി രൂപ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്ര റിസ്ക് എടുത്ത് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് വീട് എന്ന സ്വപ്നം. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അത് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു. സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് പായിട്ടില്ല നഗരസഭയിൽ. അപ്പോൾ സ്ഥലവും വീടും കൊടുക്കാം എന്ന രീതിയിലുള്ള നിർദ്ദേശം വന്നപ്പോൾ അത് നഗരസഭ അന്ന് സ്വാഗതം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അതിനാവശ്യമായിട്ടുള്ള വഴിയും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അന്ന് നഗരസഭയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. എന്തായിരുന്നാലും ഇപ്പോൾ ഈ ഗവൺമെൻറ് തീരുമാനം ശ്ലാഘനീയമായിട്ടുള്ള തീരുമാനമാണ്. അത് ഉടനടി തന്നെ പൂർത്തീകരിച്ച് പാവപ്പെട്ട ആൾക്കാർക്ക് വീട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ വടക്കാഞ്ചേരി നഗരസഭ സ്വാഗതം ചെയ്യുക. കേരളത്തിലെ ഭവനരഹിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുക എന്നതായിരുന്നു ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടത്. അതിനായി റവന്യൂ വകുപ്പ് വാങ്ങിയിരുന്ന 2.18 ഏക്കർ സ്ഥലം വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് സർക്കാർ കൈമാറുകയും ചെയ്തു. CPI നേതാവിന്റെ കൈവശമുണ്ടായിരുന്ന ഭൂമി വാങ്ങിയതിലും ക്രമക്കേടുള്ളതായി പ്രതിപക്ഷം ആരോപിക്കുന്നു. 3 സെന്റ് വീതം നൽകി വീടുകൾ നിർമ്മിക്കുക എന്നതായിരുന്നു ലക്ഷ്യമിട്ടത്. പിന്നീട് അത് മാറ്റി ഫ്ളാറ്റാക്കി രൂപരേഖയും ഉണ്ടാക്കി. ഇതിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ ഇത് എന്താണെന്ന് യഥാർത്ഥം മനസ്സിലാവും. CPM അത് ബോധപൂർവമായി മറച്ചു വെച്ചിട്ട് ഇങ്ങനെ ഓരോ നുണപ്രചാരണങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള കേസിനകത്ത് ഈ ശിവശങ്കരൻ പ്രതിയായതാണ് ഇതിനകത്ത് മുഖ്യമന്ത്രി ഏറ്റവും കൂടുതലായി കുഴക്കുന്ന ഒരു പ്രശ്നം എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രതിയായി വന്ന കേസിൽ എന്തുകൊണ്ട് അദ്ദേഹം പ്രതിയായില്ല എന്നൊരു ചോദ്യം നിൽക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ CBI അന്വേഷണം പൂർത്തിയാകുമ്പോൾ മുഖ്യമന്ത്രി പ്രതിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ കെട്ടിടം ഉയരരുത് എന്ന് ആഗ്രഹിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അങ്ങനെ എൻ്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് എൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ 10 നഗരസഭകളിൽ ഈ ഫണ്ട് അനുവദിച്ചത്. 15 കോടി രൂപയാണ് അനുവദിച്ചത്. അപ്പോൾ അനുവദിച്ചു. അതിൻ്റെ ഭാഗമായി ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ഏജൻസിയെ നിർമ്മാണത്തിന് ചുമതലപ്പെടുത്തി. ഹാബിറ്റാറ്റ് നിർമ്മാണത്തിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെയാണ് അതിൻ്റെ ഒരു നടപടിക്രമം. അതിനിടയിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉണ്ടാകുന്നത്. ആ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വപ്ന സുരേഷിൻ്റെയും ശിവശങ്കറിൻ്റെയും അവരുടെ ഓഡിറ്ററുടെ പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടിൽ പരിശോധന നടത്തിയപ്പോൾ കരമന ആക്സിസ് ബാങ്കിൽ നിന്നും പിൻവലിച്ച 1 കോടി രൂപ കണ്ടെത്തുണ്ടായി. ആ കരമന ആക്സിസ് ബാങ്ക് എന്ന് കാണാനുള്ള കാരണം ഈ 1 കോടി രൂപയുടെ നോട്ട് കെട്ടുകളുടെ റിബൺ കരമന ആക്സിസ് ബാങ്കിൻ്റെ ആയിരുന്നു. അങ്ങനെ കരമന ആക്സിസ് ബാങ്കിലെ പരിശോധനയ്ക്ക് പോയപ്പോഴാണ് ഇത് സന്തോഷ് ഈപ്പൻ എന്ന് പറയുന്ന ഒരു കെട്ടിട നിർമ്മാണ കരാറുകാരനെ ഇങ്ങനെ ഈ പണം കൊടുത്തത് എന്നവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഈ സന്തോഷ് ഈപ്പൻ ഈ കേസിൽ വരുന്നത്. അപ്പോഴാണ് സന്തോഷ് ഈപ്പൻ ഈ പറയുന്ന അവിടുന്ന് പിൻവലിച്ച 4 കോടി രൂപ അതിൽ ഈ 1 കോടി രൂപയും മറ്റാളുകൾക്ക് വീതം വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞു. എന്തിനാണ് ഈ പണം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഈ ലൈഫ് മിഷൻ ഫ്ലാറ്റ് പണിയാൻ വേണ്ടി UAE കോൺസുലേറ്റ് ഞങ്ങളെ ഏൽപ്പിച്ചു, അതിന്റെ ഭാഗമായിട്ടാണ് ഈ പണം എന്ന് പറഞ്ഞു. അങ്ങനെയാണിത്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇത് ഹാബിറ്റാറ്റ് അല്ല നിർമ്മിക്കുന്നത്, ഇത് സന്തോഷ് ഈപ്പന്റെ യൂണിറ്റാക്കാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഈ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. ഈ കേസുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിന് ഫണ്ട് UAE കോൺസുലേറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. UAE കോൺസുലേറ്റിലെ ഫിനാൻസ് ഓഫീസർ ഖാലിദാണ്, ഈജിപ്ഷ്യൻ പൗരനാണ്. അദ്ദേഹം ഈ കേസിൽ പ്രതിയാകും. അദ്ദേഹത്തിന്
മറ്റ് നമ്മുടെ ഈ ഇമ്മ്യൂണിറ്റി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നില്ല. ഈ മറ്റ് വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർക്കുള്ള കോൺസുലേറ്റുകൾക്കുള്ള ഇമ്മ്യൂണിറ്റി അയാൾക്ക് വരുന്നില്ല. അങ്ങനെ അയാൾ ആരും അറിയാതെ അയാളെ നാട് കടത്തുകയാണ് ചെയ്തത്. അതിനകത്ത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും പങ്കുണ്ട്. അന്നത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന മുരളീധരനും അന്നത്തെ മുഖ്യമന്ത്രിക്കും അതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട്. അങ്ങനെയാണ് ഈ ഖാലിദ് എന്ന് പറയുന്ന വിദേശ പൗരൻ ഈ കോൺസുലേറ്റിലെ ഫിനാൻസ് ഓഫീസർ നാട് വിട്ടുപോകുന്നത്. അതോടുകൂടി സന്തോഷ് ഈപ്പന്റെ സാമ്പത്തിക സ്രോതസ് നിൽക്കുകയും ഈ നിർമ്മാണം പാതി വഴിയിൽ സർക്കാരിന് കൊടുത്തു പോവുകയാണ് ചെയ്തത്. ഇതാണ് നിർമ്മാണം നിലയ്ക്കാനുള്ള കാരണം. 2019 ജൂലൈ 11 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് കേരള സർക്കാരിന്റെ ലൈഫ് മിഷനും UAE-യിലെ റെഡ് ക്രസന്റ് അതോറിറ്റിയും തമ്മിൽ കരാറിൽ ഏർപ്പെടുന്നത്. UAE-യിലെ റെഡ് ക്രസന്റ് അതോറിറ്റി ജനറൽ ഫഗത് അബ്ദുൾ റഹ്മാൻ, യൂസഫ് അലി ബിൻ സുൽത്താനും ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസുമാണ് കരാറിൽ ഒപ്പിട്ടത്. കേരള സർക്കാരും UAE കോൺസുലേറ്റും തമ്മിലുള്ള ആശയവിനിമയം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കറിൽ മാത്രമായതോടെ അഴിമതിയും തലപൊക്കി. ഈ ഗവൺമെന്റിന്റെ പിടിപ്പുകേട് എന്നല്ലാതെ നമുക്ക് അതിൽ വേറൊന്നും പറയാൻ കഴിയില്ല. പല കാരണങ്ങൾ പറഞ്ഞ് തടസ്സവാദങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഗവൺമെന്റിൻ്റെതായ തെറ്റുകൾ കൊണ്ട് സംഭവിച്ച ഒരു ഫ്ലാറ്റ് നിർമ്മാണം നിശ്ചലാവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ ഇടതുപക്ഷ ഗവൺമെന്റാണ്. അവരുടെ ശ്രദ്ധയില്ലായ്മയും അവരുടെ ഉത്തരവാദിത്വമില്ലായ്മയുമായിട്ടാണ് എനിക്ക് കേസ് ഉണ്ട്, തടസ്സമുണ്ട്, സ്റ്റേ ഉണ്ട് എന്ന രീതിയിലൊക്കെ പറഞ്ഞ് അതിനെ വഴിതിരിച്ച് ജനങ്ങളിലേക്ക് ഇന്ന് തടഞ്ഞത് കോൺഗ്രസിന്റെ മുൻ MLA ആയിരുന്ന അനിൽ അക്കരയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ ഇതിന്റെ പിന്നാമ്പുറം കഥയിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അനിൽ അക്കര ഇതിൽ ഇടപെടാനുണ്ടായ ഒരു സാഹചര്യം, സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ശിവശങ്കർ എന്ന് പറയുന്ന CM-ന്റെ സ്റ്റാഫിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ PA ആയിരുന്ന ശിവശങ്കർ IAS സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്യുന്നതോട് സ്വർണ്ണക്കടത്തുമായി അറസ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ഈ സംഭവം ഈ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് എത്തിക്കഴിയാൻ കഴിഞ്ഞു. എന്നാലും ഈ സമയത്ത് മുനിസിപ്പാലിറ്റിയുടെ അമിത താല്പര്യം, AC മൊയ്തീനെ പോലെയുള്ള മന്ത്രിയായിരുന്ന അവരുടെ അമിത താല്പര്യം, ചില CPM-ന്റെ അമിത താല്പര്യത്തെക്കുറിച്ച് ഞങ്ങൾ അന്ന് ആ സംഭവം നടക്കുന്നതിന് മുമ്പ്, ഈ വിഷയങ്ങൾ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് അന്വേഷണം നടത്തിയപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് ഒരു ധാരണയില്ല. ജില്ലാ കുടുംബശ്രീയാണ് ഇതിന്റെ ഉത്തരവാദിത്തം കൊടുത്തിട്ടുള്ളത്. ഫ്ലാറ്റ് ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട എന്നുള്ളത് വടക്കാഞ്ചേരിക്കാർക്ക് മാത്രമുള്ള ഫ്ലാറ്റല്ല, കേരളത്തിലെ ഭൂമിയില്ലാത്ത വീടില്ലാത്ത ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു ഫ്ലാറ്റായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞു. പിന്നെ ഈ സ്വപ്ന സുരേഷിന്റെ അറസ്റ്റും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇതിന്റെ റെഡ് ക്രസന്റ് എന്ന് പറയുന്ന ഒരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പരിശോധിച്ച റെഡ് ക്രസന്റ് പറയുന്നത് നല്ലൊരു സ്ഥാപനമാണെന്നാണ് വിദേശത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ നല്ല സുതാര്യമായ നല്ല ആത്മാർത്ഥതയുള്ള ജനങ്ങൾ സഹായിക്കുന്ന ഒരു സംഘടനയാണ് റെഡ് ക്രസന്റ് എന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് ഞങ്ങൾ ശ്രദ്ധ കൊടുത്തില്ല. അപ്പൊ ഈ സംഭവം വന്നതിന് ശേഷമാണ് ഇതിലേക്ക് ശ്രദ്ധ വരുന്നതും ഈ ഫ്ലാറ്റ് നിർമ്മാണത്തിന്റെ അഴിമതിയെക്കുറിച്ചും കെട്ടുകഥകളെക്കുറിച്ചും അത് ആരാണ് പൈസ കൊടുത്തത്, എത്ര 20 കോടി രൂപ കിട്ടി, അതിൽ 14 കോടി രൂപയുടെ ചെലവും 6 കോടി രൂപ അഴിമതി പണവുമാണെന്നാണല്ലോ ശിവശങ്കറിന്റെ ലോക്കറിൽ നിന്ന് 1 കോടി പിടിക്കാപ്പെടാനുണ്ടായത്. അങ്ങനെയാണ് ഇതിന്റെ നിശ്ചലാവസ്ഥയുടെ ആരംഭം ഉണ്ടായത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. UAE കോൺസുൽ ജനറലിന്റെ സെക്രട്ടറി ആയിരുന്ന സ്വപ്ന സുരേഷ് ആയിരുന്നു ശിവശങ്കറുമായി ആശയവിനിമയം നടത്തിയിരുന്നത്. സ്വപ്ന സുരേഷിലൂടെ റെഡ് ക്രസന്റിന്റെ സാമ്പത്തിക സഹായ വാഗ്ദാനത്തെക്കുറിച്ചറിഞ്ഞ സന്ദീപ് നായർ തന്റെ പരിചയത്തിലുള്ള യൂണിടാക് ബിൽഡേഴ്സ് MD സന്തോഷ് ഈപ്പനുമായി ഇതിനായുള്ള കരാർ നേടിയെടുത്തു. പിന്നീട് അതിന്റെ കമ്മീഷനും ഉറപ്പിക്കുകയായിരുന്നു. 500 ചതുരശ്ര അടി വിസ്തീർണമുള്ള 140 അപ്പാർട്ട്മെന്റുകൾ നിർമ്മിക്കാനായിരുന്നു കരാർ ഉണ്ടാക്കിയത്. ദുരന്ത ബാധിതർക്ക് മാത്രമേ ഇത് നൽകാവൂ എന്ന UAE കോൺസുലിന്റെ വ്യവസ്ഥയും എല്ലാവരും ബോധപൂർവം മറച്ചുവെച്ചു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിൽ വലിയ അഴിമതി നടന്നു എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷന് ദുബായ് റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ട് ഏകദേശം 20 കോടി രൂപ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി പിണറായി വിജയനും ഈ സർക്കാരുമായി ബന്ധപ്പെട്ട അന്നത്തെ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ, ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി അവിടെ നിന്ന് വാങ്ങിച്ചു. പക്ഷേ അത് വടക്കാഞ്ചേരിയിൽ എത്തുന്നതിന് മുമ്പ് ചോർന്നു പോയി എന്നുള്ളതാണ് UDF-നും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും പറയാനുള്ളത്. 140 പാവപ്പെട്ട ആളുകൾക്ക് വീട് നൽകുന്ന സാധാരണക്കാരന് ഏറ്റവും അധികം ഉപകാരപ്രദമാവേണ്ട ഒരു പദ്ധതി, ആ പദ്ധതിയിൽ പോലും കൊള്ളയടിച്ച
ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് ഇന്നും കിടക്കുകയാണ് ലൈഫ് മിഷൻ പദ്ധതി. ഇത്രയ്ക്കധികം സ്ഥലം, ആ സ്ഥലം വാങ്ങിക്കാൻ ഉണ്ടാക്കിയ കാശ് എന്ന് പറയുന്നത് ഭൂമിഗീതം പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുമ്പ് UDF സർക്കാർ കണ്ടെത്തി ഭൂമിഗീതം പദ്ധതി നടത്തി ശേഖരിച്ച ആ കാശ് എടുത്ത് CPIയുടെ ഒരു നേതാവിന്റെ കയ്യിൽ നിന്നാണ് ആ ഭൂമി വാങ്ങുന്നത്. ആ ഭൂമി വാങ്ങുന്നത് തൊട്ട് ഈ പദ്ധതിയിൽ അഴിമതി ഉണ്ട് എന്നാണ് UDF സൂചിപ്പിച്ചത്. ഇത് കൃത്യമായി CBIയോ അല്ലെങ്കിൽ EDയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ കൃത്യമായി അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് തെളിയുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ എന്താ ഉണ്ടായത്? BJPയുമായി CPM ഉണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെയും എത്തിയില്ല. അഴിമതിയും ആക്ഷേപങ്ങളെയും തുടർന്ന് ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിയപ്പോൾ 500 ചതുരശ്ര അടി വീതമുള്ള അപ്പാർട്ട്മെൻറ്റിൽ ജീവിതം സുരക്ഷിതമാക്കാമെന്ന 140 കുടുംബങ്ങളുടെ ആഗ്രഹമാണ്, അതല്ല കാത്തിരിപ്പാണ് ഇപ്പോഴും തുടരുന്നത്. ഇത്രയും വേഗത്തിൽ പാവപ്പെട്ട അർഹതയുള്ള ഒട്ടനവധി ആളുകൾ കാത്തിരിക്കുമ്പോൾ, ഓൺലൈനിലുള്ള അപേക്ഷ ഓൺലൈനിൽ കാത്തിരിക്കുമ്പോൾ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആ ഫ്ലാറ്റ് നിർമ്മാണം എത്രയും വേഗത്തിൽ ആരാണ് അതിൻ്റെ ഉത്തരവാദി വെച്ചാൽ ആ ആളുകൾ നിറവേറ്റി കൊടുക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ആ വാർഡ് കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് ആവശ്യമാണ്. അവിടുത്തെ ആളുകൾക്ക് എത്ര കിട്ടുന്നല്ല, പൊതുവെ അത് എത്രയും വേഗത്തിൽ കിട്ടണം. ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ ഒരു വിഷയം, ഇപ്പോൾ അന്ന് എഞ്ചിനീയറിംഗ് കോളേജിലെ ആളുകളൊക്കെ വന്ന് ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റാഫുകളൊക്കെ വന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ പരിശോധന നടത്തിപ്പോയി. ഇത് ഫിറ്റ് ആണോ എന്നാണ് ഫൗണ്ടേഷൻ. പക്ഷേ എൻ്റെ അറിവിൽ, ഞങ്ങളുടെ അനുഭവങ്ങളിൽ ആ സ്ഥലം ഒരിക്കലും ഒരു ഫ്ലാറ്റ് നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലമല്ല എന്നുള്ള ഒരു വസ്തുത നമ്മുടെ മുമ്പിൽ നിലനിൽക്കുക. അത് നമ്മൾ കാണാതിരിക്കാൻ കഴിയില്ല. കാരണം ചെരിവ് പ്രദേശമാണ്. ഏത് സമയത്തും അവിടെ അപകടം സംഭവിക്കാൻ പറ്റുന്ന ചെരിവ് ലൂസ് മണ്ണുള്ള സ്ഥലത്താണ് അമിത വില കൊടുത്ത് ആ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ള സർക്കാർ. അന്ന് തന്നെ സർക്കാരിന് തെറ്റുപറ്റിയിട്ടുണ്ട്. പിന്നെ അതൊരു ചാടിക്കടന്നാണ് ആ ഫ്ലാറ്റ് അവിടെ കൊണ്ടുവരാനുണ്ടായ കാരണം. ആ ഫ്ലാറ്റ് തീർച്ചയായും അപകടമാണ്. പക്ഷെ അപകടമാണെങ്കിലും ഈ പണിത പണിയെ സേഫ്റ്റിപ്പെടുത്തിക്കൊണ്ട് സുരക്ഷിതത്വം ഉണ്ടായി. കാരണം ഫൗണ്ടേഷനൊക്കെ സിമെന്റിന് പണിയുന്നതിന് പകരം മണ്ണുകളിട്ടിരിക്കുന്നത് മണ്ണാണ്, യഥാർത്ഥങ്ങളാണ്. കാരണം ആ പരിസരത്തെ ഏറ്റവും കൂടുതൽ കൽപ്പണിക്കാരും കൂലിത്തൊഴിലാളികളും താമസിക്കുന്ന പ്രദേശം. അവിടുത്തെ പണിക്കാർ ഇത് പറയേണ്ടത് ഞങ്ങളോട് സൂചിപ്പിക്കുന്നു. ഞങ്ങൾ ആമുഖമായി പല തലത്തും പല പരാതികളും കൊടുത്തു. പക്ഷേ ടെക്നിക്കൽ സ്റ്റാഫുകൾ, എഞ്ചിനീയറിംഗ് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം വന്ന ടെക്നിക്കൽ സ്റ്റാഫ് 2-3 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആ ആളുകൾ അന്ന് റിപ്പോർട്ട് കൊടുത്തുള്ള ഇത് ഫിറ്റാണ്, യാതൊരു അപാകതയും ഇല്ല, തടസ്സമില്ല, സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് പിന്നെ ഇത്രയും കാലം വൈകിട്ട് വരാൻ? ഇപ്പോൾ അടുത്ത് ഇപ്പോൾ കുറച്ച് ദിവസം ജൂൺ മാസത്തിൽ ബഹുമാനായ മുൻ MLA അനിൽ അക്കര എന്ന് പറയുന്ന ആള് എന്തുകൊണ്ട് അനിൽ അക്കരയുടെ തലയിലാണുള്ള ഒരു ഫ്ലാറ്റ് നിർമ്മാണം തടസ്സം ചെയ്തു പറഞ്ഞത്? തടസ്സം അഴിമതിയാണെന്ന് എല്ലാവർക്കും അറിയാം. സെന്റ് വെഞ്ചേഴ്സുമായി സഹകരിച്ച് നിർമ്മിച്ച ഹെൽത്ത് കെയർ സെന്റർ എന്ന് പേരിട്ടിരിക്കുന്ന ആശുപത്രി കെട്ടിടം അക്രമികൾ നശിപ്പിച്ചതായും കാണാൻ കഴിയും. വിലപിടിപ്പുള്ള വസ്തുക്കൾ ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സെന്റ് വെഞ്ചേഴ്സുമായി സഹകരിച്ച് 5 കോടി രൂപയോളം മുടക്കി നിർമ്മിച്ച ഹെൽത്ത് കെയർ സെന്റർ എന്ന പേരിലുള്ള ആശുപത്രി കെട്ടിടമാണിത്. ഇപ്പോഴിത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. യൂണിടാക്കിന്റെ കെട്ടിട നിർമ്മാണ പ്ലാനിന് 2019 ഓഗസ്റ്റ് 25-ന് ലൈഫ് മിഷൻ അംഗീകാരവും നൽകി. അംഗീകാരം നൽകിയതിന് പിന്നാലെ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണവും ആരംഭിച്ചു. നിർമ്മാണം പാതി വഴിയിലെത്തിയ ഘട്ടത്തിലാണ് സ്വർണ്ണക്കടത്ത് കേസ് ഉയർന്നു വന്നതും ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പിടിമുറുക്കിയതും. ഈ പദ്ധതി ഇന്ന് മുടങ്ങിക്കിടക്കുക. അവിടേക്ക് ഒരു സാധാരണക്കാരന് ഒന്ന് പോയി എത്തി നോക്കാൻ പോലും സാധിക്കാത്തൊരു സ്ഥിതി ഇന്നുണ്ട്. ആ പദ്ധതി നടക്കുന്ന സ്ഥലം, ആ സ്ഥലം എന്ന് പറയുന്നത് ഒന്ന് ചെന്ന് എത്താൻ പറ്റില്ല. അവിടേക്കാണ് 140 കുടുംബങ്ങളെ അവിടെ പാർപ്പിക്കുമെന്ന് പറയുന്നത്. ഈ 140 കുടുംബത്തിന് അവിടെ വീട് വെച്ച് നൽകാം. 3 സെന്റ് അനുവദിച്ച് ഈ സ്ഥലത്ത് വീട് വെച്ച് നൽകാമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ ഒരു വൻകിട ഫ്ലാറ്റ് ഇതാ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയൊരു പദ്ധതി, ആ പദ്ധതി പോലും എന്നിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ പദ്ധതി ഭംഗിയായി പൂർത്തീകരിച്ച് ഇന്നും ആ കെട്ടിടത്തിന്റെ സ്റ്റെബിലിറ്റി ടെസ്റ്റ് ഉൾപ്പെടെ NIT നടത്തിയ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ആ കെട്ടിടത്തിന് ബലക്ഷയമില്ല, പക്ഷെ ചുറ്റുമതിലും അതേപോലെ അവിടുത്തെ റീറ്റെയിനിങ് വാളുകളും ഒക്കെയാണ് ബലക്ഷയമുള്ളത് എന്നാണ്
ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ ആ റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്ത് ബലക്ഷയമുള്ള ഭാഗങ്ങൾ പൊളിച്ചു നീക്കിയോ അല്ലെങ്കിൽ അതിന് കൃത്യമായി ബലം വെച്ച് അവിടെ സാധാരണക്കാരന് 140 കുടുംബങ്ങൾക്ക് എത്രയും വേഗം വീട് നൽകാൻ ഈ സർക്കാർ ഇടപെടൽ നടത്തണം. ലക്ഷ്യം മാറി പാളിപ്പോയ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി പൂർത്തിയാക്കാത്തതിന് പിന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും ആസൂത്രണമില്ലായ്മയുമാണ്. ഇതോടെ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം പതിയെ നിലയ്ക്കുകയും ചെയ്തു. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസ് CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംസ്ഥാന വിജിലൻസും അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിക്കായി 15 കോടി രൂപ അനുവദിച്ച റെഡ് ക്രസന്റ് അഴിമതി അറിഞ്ഞതോടെ പദ്ധതിയിൽ നിന്ന് പതിയെ പിന്മാറി. എന്നാൽ പദ്ധതി പൂർത്തീകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ 15 കോടി രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തിയെങ്കിലും നിർമ്മാണം മാത്രം നടന്നില്ല. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിക്ക് വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ഗുരുതര വീഴ്ചയായി മാറി. നമ്മൾ ഇതിനകത്ത് പരാതി പറയുന്നതിന് കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയ പണത്തിൽ ഈ 20 കോടി രൂപയുടെ ഗഡുക്കളായി കിട്ടിയ പണമാണ്. അത് എൻ്റെ മണ്ഡലത്തിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ഈ ഫണ്ട് ഇവിടെ ചെലവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ പരിശോധിക്കേണ്ടായി. അപ്പോൾ ഈ ഭൂമി ഈ സന്തോഷ് ഷീപ്പിന് കൈമാറുന്നതും കെട്ടിടം നിർമ്മിക്കുന്നതും യാതൊരു അനുമതി ഇല്ലാതെയാണ്. അപ്പോൾ സ്വാഭാവികമായി എൻ്റെ മണ്ഡലത്തിൽ UDF ഭരണകാലത്ത് CN ബാലകൃഷ്ണൻ ഭൂമിഗീതം എന്ന് പറയുന്ന പദ്ധതി പ്രകാരം കണ്ടെത്തിയ പണം കൊണ്ടാണ് ഈ ഭൂമി വാങ്ങുന്നത്. അവിടെ അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുള്ളതുകൊണ്ടും എൻ്റെ മണ്ഡലമായതുകൊണ്ടും അവിടെ ഇങ്ങനെ ഒരു അഴിമതിയും ഈ FCRAയുടെ പരിധിക്കപ്പുറത്ത് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഇടപെടേണ്ടത് ജനപ്രതി എന്ന എൻ്റെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് ഭാഗമാകും എന്ന് ആരെങ്കിലും ധരിച്ച് അവർ കുറ്റം പറയാൻ കഴിയില്ല. അങ്ങനെയാണ് ഞാനത് CBIക്ക് പരാതി കൊടുക്കുന്നത്. എൻ്റെ പരാതി എന്ന് പറയുന്നത് ഫോറിൻ റെഗുലേഷൻ കോൺട്രിബ്യൂഷൻ ആക്ട് ലംഘിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഈ പണം ദുബായിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെളുപ്പിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയാണ് എൻ്റേത്. അതാണ് ഫ്ലാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. അങ്ങനെയാണ് FCRA അനുസരിച്ചാണ് കേസ് എടുക്കുന്നത്. ആ കേസിന്റെ നടപടിയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നിർത്തിപ്പോയപ്പോഴാണ് ഞാൻ പൊതു താല്പര്യ ഹർജി കൊടുക്കുന്നത്. നമുക്ക് 2019 അനുവദിച്ച 15 കോടി രൂപയുണ്ട്. ആ 15 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ഫ്ലാറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടി 2020 ഞാൻ MLA ആയ സമയത്ത് കൊടുത്താണ്. ഇപ്പോഴല്ല, 2020 കൊടുത്താണ്. ആ 20 കൊടുത്ത് ഇപ്പോൾ ഈ 2025 ആയിട്ടും സർക്കാർ അത് പണിയാതിരിക്കാനുള്ള ചില നടപടിക്രമങ്ങളാണ് പോയത്. അവസാനം കോടതി വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചപ്പോഴാണ് MLA കൊണ്ട് സബ്മിഷൻ ഉന്നയിച്ച് ഞങ്ങളാണിത് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്ന രീതിയിൽ പോയി. പക്ഷെ അവിടെയും അവർക്ക് അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അത് സർക്കാർ കോടതിയിൽ പറഞ്ഞാൽ മതി, ഞങ്ങളിത് നിർമ്മിക്കാൻ തയ്യാറാണെന്ന് കോടതി അനുമതി കൊടുക്കും. അങ്ങനെ ഒരു വാക്ക് ഇപ്പൊ അവസാനമാണ് പറഞ്ഞത്. ഇപ്പൊ കോടതി പറയുന്നത് പോലെ ചെയ്യാം എന്നുള്ള വാക്കാണ് ഇപ്പൊ പറഞ്ഞത്. കോടതി ഒരു ഘട്ടത്തിലും പൊതു താല്പര്യ ഹർജി ഈ പഴയ 15 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കരാറുകാരെ നിർത്തിപ്പോയ സാഹചര്യത്തിൽ അതിപ്പോഴും അവര് നുണപ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി അധികാരത്തിൽ വന്നിട്ടും പ്രധാനപ്പെട്ട എനിക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണം, ആ ആരോപണം തെളിയിക്കാൻ അവർ കഴിയാതിരിക്കുന്ന സാഹചര്യം. അത് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാൻ 4 വർഷം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കുറ്റാണോ? ഞാൻ കാരണം പിണറായി വിജയൻ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വെച്ചാൽ ഞാനത് ഏൽക്കാൻ തയ്യാറാണ്. ഞാൻ കാരണമാണ് പിണറായി വിജയൻ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്തത് എന്ന് വെച്ചാൽ ഞാൻ നിസ്സാരക്കാരനല്ല. അപ്പോൾ ഒറ്റെങ്കിൽ പിണറായി വിജയൻ ആ പൊസിഷൻ മാറി എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാം. ലൈഫ് മിഷൻ പദ്ധതിയിൽ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചെന്ന CBIയുടെ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലാണ്. കേരള സർക്കാരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി നിർമ്മാണം പൂർത്തിയായാലും അതിൻ്റെ പ്രതിസന്ധി ഉടനെയെങ്ങും തീരില്ല. ആദ്യം പണം അനുവദിച്ച് കരാറിലേർപ്പെട്ട UAEയിലെ റെഡ് ക്രസന്റിന്റെ നിയമപ്രകാരം വീടുകൾ ദുരന്തബാധിതർക്ക് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിയപ്പോൾ 500 ചതുരശ്ര അടി വീതമുള്ള അപ്പാർട്ട്മെന്റിൽ ജീവിതം സുരക്ഷിതമാക്കാമെന്ന വീടെന്ന ഒരു ആഗ്രഹം 140 കുടുംബങ്ങൾക്കും ഇപ്പോഴും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നു. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി, പാവങ്ങൾക്ക് വീട് കൊടുക്കുന്ന പദ്ധതി അടിയന്തരമായി പൂർത്തീകരിച്ച് അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. അല്ലാതെ മറിച്ചുള്ള പ്രചരണങ്ങളൊക്കെ പാർട്ടിക്കെതിരെ ചിലർ നടത്തുന്ന കിംവദന്തികളാണ്. കഴിഞ്ഞ 4.5 വർഷമായി ഇവിടെ തുടരുന്ന MLA LDF അനുഭാവി LDFിൻ്റെ MLA ആണ്. ഒരു ചെറുവിരൽ അനക്കാൽ പോലും ഈ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനും സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. അത് ഈ പദ്ധതിയിലെ അഴിമതിയെ സംബന്ധിച്ച്, നടത്തിപ്പിലെ അഴിമതിയെ സംബന്ധിച്ചാണ് മുൻ MLA അനിൽ അക്കര ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല.
ഇപ്പോൾ അതിൻ്റെ കേസ് ഇന്നും അതിൻ്റെ അന്വേഷണങ്ങളും ഇതിൻ്റെ ബലക്ഷയത്തെ സംബന്ധിച്ചൊക്കെയുള്ള പരാതി വന്നപ്പോൾ അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ പദ്ധതി ഉടൻ പൂർത്തീകരിക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. ഒരിക്കലും പാവപ്പെട്ട വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല, തുടർന്നും ഉണ്ടാകില്ല. അടിയന്തരമായി ഗുണഭോക്താക്കൾക്ക് ഈ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി പൂർത്തീകരിച്ച് അത് വിതരണം ചെയ്യണം എന്ന് തന്നെയാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഇത് വീടില്ലാത്ത തദ്ദേശവാസികൾക്ക് മാത്രമേ കൈമാറാനാകുകയുള്ളൂ. ഇത് രണ്ടും സാധ്യമല്ലാത്ത കാര്യങ്ങളാണ്. സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ ഇത് വലിയ പ്രതിസന്ധിയായി അവശേഷിക്കുകയും ചെയ്യും. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് അനിൽ അക്ര നൽകിയ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി പരിഗണനയിലാണ്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിൽ വീടെന്ന ഒരു സ്വപ്നവും അതോടൊപ്പം തന്നെ ഈ പദ്ധതിയെ അനുകൂലിച്ചവരും ഈ പദ്ധതിയിൽ അഴിമതി കണ്ടെത്തിയ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഈ പദ്ധതിയെ തുടക്കം മുതൽ എതിർത്തവരും ഇപ്പോൾ കാലങ്ങളേറെയായി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷനും റെഡ് ക്രസന്റും ഒപ്പിട്ടതിന് പിന്നാലെ 19 കോടി രൂപ റെഡ് ക്രസന്റ് അനുവദിച്ചതോടെയാണ് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. തുടർന്ന് വന്ന വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ലൈഫ് മിഷൻ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറപ്പുകൾ ഉണ്ടായിരുന്നിട്ടും പദ്ധതി ഇപ്പോഴും മുടങ്ങി തന്നെ കിടക്കുകയാണ്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിൽ വിദേശ സംഭാവന നിയമം ലംഘിച്ചെന്നാരോപിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി 2023 ഫെബ്രുവരി 14 അറസ്റ്റിലായതോടെയാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് പുറത്തുവരുന്നത്. ഈ 15 കോടിയോടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആ വർക്കിന് വേണ്ടിയുള്ള PMC ഹാബിറ്റാറ്റിനെ ഏൽപ്പിച്ച് അവര് സോയിൽ ടെസ്റ്റ് മാത്രമാണ് നടത്തിയത്. ആ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ പിന്നെ UAE ഇസ്ലാമിക് ബാങ്കും അബുദാബി ഇസ്ലാമിക് ബാങ്കുമായി ബന്ധപ്പെട്ട് കോവിഡ് കാലത്ത് 2019 പ്രളയകാലത്ത് കോടാനുകോടി രൂപയാണ് പിരിച്ചിട്ടുള്ളത്. അത് നമ്മുടെ പ്രളയത്തെ കാട്ടി പിരിച്ചാണ്. ഈ UAE റെഡ് ക്രസന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ റെഡ് ക്രോസ് പോലെ ഇസ്ലാമിക് രാജ്യങ്ങളിലാണ് റെഡ് ക്രസന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവര് നമ്മുടെ നാട്ടിലെ കലാമിറ്റി കാണിച്ച് കോടാനുകോടി രൂപ പിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനിടയിൽ കേന്ദ്ര ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ വന്നു, വിദേശ രാജ്യത്തെ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പൊ അത് വേറെ സൈസിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ശിവശങ്കരനും മുഖ്യമന്ത്രിയും സ്വപ്ന സുരേഷും ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തത്. 1000 കോടി രൂപ കളക്ട് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനകത്ത് ഈ സന്തോഷ് ഷീപ്പിനുമായി കുറെ അഗ്രിമെന്റുകൾ ഉണ്ട്. ഇത് മാത്രമല്ല, അപ്പൊ ഇത് തുടക്കത്തിൽ പൊട്ടിയോടുകൂടി ഇവരെല്ലാം സ്തംഭിച്ചു പോയി. അതാണ് യാഥാർത്ഥ്യം. അല്ലാണ്ട് ഒന്നാമത് ഞാൻ ഒരു ഘട്ടത്തിലും അവിടേക്ക് റോഡ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ചരൽപ്പറമ്പ് എന്ന് പറയുന്ന കാടിനുള്ള സ്ഥലമാണ്. ആ കാട്ടിലേക്കുള്ള റോഡ് MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റ് ചെയ്ത് പണിതിട്ടുള്ളതാണ്. അതിൻ്റെ ഉള്ള ഈ ചരൽപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളത്. ബാക്കിയുള്ള സ്ഥലത്ത് വഴി വീതൂട്ടാനുള്ള നടപടി എടുത്തു വന്നതാണ് അനുപമ കളക്ടറായ സമയത്ത്. നമ്മൾ ഒരു ഘട്ടത്തിലും ആ പദ്ധതിക്കെതിരായി ഒരു പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ചെയ്തത് ഫോറിൻ റെഗുലേഷൻ കോൺട്രിബ്യൂഷൻ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് പിന്നെ ലഭിക്കേണ്ട പണം അത് വേറൊരു ഘട്ടം വന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു. അത് ഇങ്ങോട്ട് വരാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ അത് അഴിമതി മുഖാന്തരം വന്നപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. വിഷയത്തിൽ CBI കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതോടെ നിർമ്മാണ കമ്പനി കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചു. കരാർ നേടിയെടുക്കാൻ യൂണിടാക് ബിൽഡേഴ്സ് ശിവശങ്കറിനും UAE കോൺസൽ ജനറലിനും കൈക്കൂലി നൽകിയതായും വെളിപ്പെടുകയും ചെയ്തു. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതി പാതി വഴിയിൽ മുടങ്ങി ഇപ്പോൾ ജീർണാവസ്ഥയിലാണ്. വടക്കാഞ്ചേരിയിലെ കാടുമൂടിയ കെട്ടിടങ്ങൾ ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. ആളനക്കമില്ലാതെ കാട്ടുമൃഗങ്ങൾ വിഹരിക്കുന്ന ഇടമായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ ആഗ്രഹിക്കുന്നത് വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും അല്ല. സാധാരണക്കാരായ ആളുകൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ കടമയും ഉത്തരവാദിത്വവുമാണ്. കേരള ഫയൽസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.